ഇത്ര നല്ല പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ ജില്ലയിലുണ്ട്. നല്ല കഴിവുള്ള പോലീസ് ഓഫീസേഴ്സാണ്. ഇപ്പോൾ ഡിവൈഎസ്പിമാരായാലും CIമാരായാലും ഇതിന് മുകളിലുള്ള ആരായാലും നല്ല കഴിവുള്ള പോലീസ് ഓഫീസർമാർ അവരെ ഉപയോഗിക്കാൻ ഈ പെൻഷൻ വിറ്റ് സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. കാരണം ഇന്നലെ കഴിഞ്ഞ സ്വീകരണ യോഗം വളരെ ഗംഭീരമായിരുന്നു. അവരെ സ്റ്റേറ്റ് പ്രസ്ഥാനത്തിൽ നേതാക്കളെല്ലാം വരുന്നു, നാഷണൽ ലീഡേഴ്സ് എല്ലാം വരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് നടത്തിയില്ല. ഞങ്ങൾ സംശയിക്കുന്നത് ഇപ്പോൾ അവരെ ആളുകൾക്ക് തന്നെ സ്വീകരണം കൊടുക്കുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി അവരെ പ്രവർത്തകർ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. നഗരത്തിലാണ് കുഴപ്പമുണ്ടായത്. ഈ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഷെൽട്ടർ പാർട്ടിയുണ്ട്, ഉള്ള ഉപഭോക്താക്കളും അതുപോലെ തന്നെ ജീവനക്കാരും അടക്കം കടക്കകത്ത് നിൽക്കാന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് സുരക്ഷയുള്ളൂ. മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലീസുകാർ ഷെൽട്ടർ കൂട്ടിയിട്ട് കടക്കകത്തുള്ള മുഴുവൻ ആളുകൾ നിരാതമായി വർദ്ധിച്ചത്. പ്രശ്നമാണെന്നാണ് എന്റെ ഓർമ്മ. കാസർഗോഡ് SP എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആണെന്നാണ്. കാസർഗോഡ് SP ക്രിമിനൽ ആണ് എന്നുള്ള അതേ അഭിപ്രായം തന്നെയാണോ ബാലകൃഷ്ണ മാഷിനും കോൺഗ്രസിനും ഉള്ളതെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാസർഗോഡ് SP മുന്നോട്ട് പോയാൽ ഒരു സംശയവും വരെ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹൈക്കോടതി വിധി പോലും നമ്മെ വളരെയേറെ ഗവൺമെന്റ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ബസ്സുകൾ കൊടുത്താൽ സ്വന്തം വ്യക്തിക്കാണ് നഷ്ടം വരുന്നത്. ഞങ്ങൾ ഒരു ദ്രോഹം ഞങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികൾ വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വണ്ടി തരും. എത്ര വണ്ടി വേണമെന്ന് ചോദിച്ചാൽ മതി, ഞാൻ വണ്ടി സ്പോട്ടിലേക്ക് എത്തിച്ചു തരാം. അതിനുള്ള പൈസ ഞങ്ങൾ സൊസൈറ്റിക്ക് അടിച്ചാൽ മതി. ഇനി മുതൽ ഞങ്ങൾ ബസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള നഷ്ടപരിഹാരം തരാനുള്ള ഒരു സംവിധാനം ഈ യോഗത്തിൽ നിന്നുണ്ടാവണം. വ്യക്തി പരാതികളുടെ രണ്ട് സമിതി പാർട്ടിക്കാരെ സ്വന്തം താല്പര്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. സംവിധാനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ പോലീസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ മറ്റ് ഇത് അനുകൂലപ്പെടുത്താൻ വേണ്ടി അതിനുവേണ്ടി ജില്ലാ ഭരണകൂടം അതിനുവേണ്ടി അന്വേഷണം നടത്തിയില്ല. പോലീസ് വകുപ്പ് അതിനുവേണ്ട പെൺവാണിഭവും അതുപോലെ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പരിസരത്ത്